ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നിട്ട് ഈദ് വ്ളോഗാണ്. അപ്പോൾ ഈ വർഷവും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ നമുക്ക് 29 നോമ്പേ കിട്ടിയിട്ടുള്ളൂ. എൻ്റെ ഇപ്രാവശ്യത്തെ ഈദ് ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു. ബിക്കോസ് എല്ലാവരും നാട്ടിലുണ്ടായിരുന്നു. പപ്പയായാലും പപ്പയുടെ ബ്രദർ, വൈഫ്, പിന്നെ സിസ്റ്ററും എല്ലാവരും ഫാമിലി ഫുൾ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞായറാഴ്ച ദുബായിൽ പെരുന്നാൾ ഉറപ്പിച്ചതോടെ ഏകദേശം നമ്മളെല്ലാവരും എങ്ങനെ എക്സ്പെക്റ്റ് ചെയ്ത് ഇരുന്നായിരുന്നു അടുത്ത ദിവസം തിങ്കളാഴ്ച എന്തായാലും നമുക്കും പെരുന്നാളാവുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 29 നോമ്പിന് അന്ന് തന്നെ ബിരിയാണിക്കുള്ള ചിക്കനും ബാക്കിയുള്ള സംഭവങ്ങളും പിന്നെ കുറച്ച് പടക്കങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും നോമ്പ് തുറന്ന് ഒരു 7:15 ഉള്ളിൽ തന്നെ നമ്മളിവിടെ ചെറിയ പെരുന്നാൾ ഉറപ്പിച്ചെന്ന് പറഞ്ഞിട്ട് ന്യൂസ് കണ്ടിരുന്നു. പിന്നെ എല്ലാവരും ഹാപ്പി ആൻഡ് ചിൽ മൂഡായിരുന്നു. പിന്നെ അടുത്ത നിമിഷം തന്നെ പടക്കങ്ങൾ കാര്യമെടുത്ത് പൊട്ടിക്കാൻ തുടങ്ങി. പൂത്തിരിയും പിന്നെ ഈ ഒരു കോൺ ഷേപ്പിലുള്ള ഒരു പടക്കം എനിക്ക് ഇതാണ് ഭയങ്കര ഇഷ്ടമായത്. പിന്നെ വേറെ എന്തൊക്കെയോ ചെറിയ വേറെ ടൈപ്പ് പടക്കങ്ങളും പിന്നെ ഓലപ്പടക്കം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സാറ ബീബി ആയാലും സമർ ബീബി ആയാലും പൂത്തിരി കത്തിക്കാനും ബാക്കി എല്ലാത്തിനും കാണാനൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ പെരുന്നാൾ ദിവസത്തിൽ ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന മറ്റൊരു കാര്യം മൈലാഞ്ചി ഇട്ടില്ലല്ലോ. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഇടാൻ അറിയുന്നവരായിട്ട് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ല. എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് അതൊരു വേറെ രസമല്ലോ. അപ്പോൾ ഞാൻ അനിയത്തിക്കും പിന്നെ കസിൻ സിസ്റ്റർക്കൊക്കെ പിന്നെ എൻ്റെ കയ്യിലും ചെറുതായിട്ടൊന്ന് വരച്ചു. പിന്നെ അത് ബുർജ് ഖലീഫ പോലെ ആയിരുന്നു പിന്നെ ലാസ്റ്റാണ് മനസ്സിലാക്കുന്നത്. പിന്നെ അത് രാത്രി കഴിക്കാൻ കരിമീനും ഫ്രൈ ചെയ്തതും അതിൻ്റെ കറിയും പിന്നെ പത്തിരിയൊക്കെ ആയിരുന്നു. പിന്നെ ഈദ് ദിവസങ്ങൾ മറക്കാതെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് അട. അപ്പം അതുണ്ടാക്കി രാത്രി തന്നെ ജസ്റ്റ് എല്ലാവരും ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും അട ആയിരിക്കും നമ്മൾ കഴിക്കുന്നുണ്ടാവുക. അപ്പോൾ എല്ലാ പരിപാടികളും കഴിഞ്ഞ് രാത്രി കിടക്കുമ്പോൾ ഏകദേശം കുറച്ച് ലേറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും പെരുന്നാൾ ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സ്പെഷ്യലല്ലോ. അപ്പം രാവിലെ എല്ലാവരും കുട്ടികളെല്ലാം എല്ലാവരും നല്ല നേരത്തെ എണീച്ചിട്ടുണ്ടാകും. പിന്നെ രാവിലെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മെയിൻ പരിപാടി എല്ലാവരും മൈലാഞ്ചി കിട്ടൊരു അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യിൽ കാണിച്ചിട്ട് മൈലാഞ്ചി റെഡി അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ അടുക്കളയ്ക്ക് വന്നപ്പം ഏകദേശം എല്ലാവരും ബിരിയാണിക്കുള്ളതും ബാക്കി സൈഡ് ഡിഷ്ക്കുള്ള പരിപാടികൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചായ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഒരു ഗ്ലാസ് ചായ ഒക്കെ കുടിച്ച് നമ്മളെല്ലാവരും അപ്പുറത്തെ വീട്ടിലും പിന്നെ അപ്പുറത്തെ വീട്ടിലെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് പെരുന്നാൾ ദിവസത്തിൽ ഇങ്ങനെ വരലും പോക്കൊക്കെ ആയിരുന്നു. പിന്നെ ഓരോരുത്തരായിട്ട് ഡ്രസ്സൊക്കെ മാറ്റി റെഡിയാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഡ്രസ്സ് എന്നിട്ട് ഈ ഒരു ബ്ലാക്ക് കളറിൽ വരുന്ന ഷറാറയായിരുന്നു. പിന്നെ സമ്മർ ബേബിക്ക് യെല്ലോ ഷർട്ടും ജീൻസും. അപ്പം സാർ ബേബിക്ക് ഏതായാലും പെയറിങ് ആക്കിയിട്ട് തന്നെ അവൾക്കൊരു യെല്ലോ പിങ്ക് കളറിൽ വരുന്ന ചോളിയിരുന്ന് എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഷോർട്സ് വീഡിയോ ഒക്കെ ആയിട്ട് ചെറിയ ഗെറ്റ് റെഡി വിത്ത് എടുത്തിട്ടുള്ളൂ. അപ്പം അതിൻ്റെ കുറച്ച് സീൻസാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ മേക്കപ്പ് വെറും ഒരു പ്രോഡക്റ്റ് വെച്ച് ചെയ്ത് നോക്കിയത്. ഫസ്റ്റ് ഒരു അലോവേറ ജെല്ല് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫേസ് സ്കാനറിൻ്റെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, അപ്പോൾ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ട്രൈ ചെയ്യുക വിചാരിച്ചിട്ട്. അപ്പം അതിൽ ഫൗണ്ടേഷൻ സൺസ്ക്രീൻ എല്ലാതും കൂടെ ഒന്നിച്ചുള്ള പ്രോഡക്റ്റ് നടപ്പം ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ ഇതാണ് എൻ്റെ കംപ്ലീറ്റ് ലുക്ക് വരുന്നത്. അപ്പം എങ്ങനെയാണെന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. അങ്ങനെ പിന്നെ മെയിൻ ഞങ്ങൾ ഫാമിലി ഫുൾ എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഫാമിലി സെറ്റായിട്ട് ഫോട്ടോ സിംഗിൾ പിക്ക് അങ്ങനെ ഭയങ്കര തിരക്കായിരുന്നു. 2-3 മണിക്കൂറൊക്കെ എല്ലാവർക്കും ഞങ്ങളുടെ ഗാർഡനിൽ തന്നെ നിന്നിട്ട് ഫുൾ ഫോട്ടോ സെക്ഷനായിരുന്നു. അങ്ങനെ നീണ്ട നേരത്തെ ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പതിവ് പോലെ തന്നെ എല്ലാ പെരുന്നാൾ ദിവസങ്ങളിലും ബിരിയാണി ആയിരിക്കും. അങ്ങനെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പായസം സേമിയ പായസമായിരുന്നു. അപ്പം റൈസ് ആദ്യം മസാലയൊക്കെ സെപ്പറേറ്റ് ആക്കി അങ്ങനെ മിക്സാക്കി വെക്കുന്നുണ്ട്. പിന്നെ ബിരിയാണിയുടെ കൂടെ ബാക്കി സൈഡ് ഡിഷായിട്ട് പപ്പടം, തൈര്, ചിക്കൻ പൊരിച്ചത്, ചമ്മന്തി ഇങ്ങനെ ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു. പിന്നെ വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയ പ്ലാനിങ് ആയിരുന്നു എവിടേക്കെങ്കിലും പുറത്തേക്ക് പോകാമെന്ന്. അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഏകദേശം അവരവരുടെ നാട്ടിലൊക്കെ പോകും. അപ്പം എല്ലാവരും കൂടെ ഉള്ള ലാസ്റ്റ് ഡേ ആയിട്ട് ഞങ്ങളങ്ങനെ കോഴിക്കോട് വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഒരു കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷമായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പോണ വഴി നല്ല ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് എല്ലാവർക്കും നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പോയിട്ട് ഏതായാലും ചായയും സ്നാക്സൊക്കെ ആയിട്ട് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോഴിക്കോടേക്ക് നമ്മൾ ജങ്കാർ വഴിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു സൈഡിൽ ഉപ്പിലിട്ടതും അങ്ങനത്തെ കുറേ നൊസ്റ്റാൾജി ഐറ്റംസ് കുറേ അവിടെ കിട്ടും. അങ്ങനെ സോഡയും പിന്നെ മറ്റേ ഒരു കോയിലൊക്കെ ഉണ്ടല്ലോ എന്തൊക്കെ ഒരു ഐറ്റം, പിന്നെ ഉപ്പിലിട്ട ഐറ്റംസും ചുരണ്ടി ഐസ് അങ്ങനത്തെയൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെങ്കാറിൻ്റെ അവിടെ എത്തിയപ്പം ആദ്യം നമുക്ക് പോകാൻ പറ്റില്ലായിരുന്നെന്ന് വിചാരിച്ചു. കാരണം ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ 2ാമത്തെ ട്രിപ്പ് വെച്ചായിരുന്നു അങ്ങോട്ട് പോകാനുണ്ടായിരുന്നത്. ആൻഡ് ഫൈനലി നമ്മൾ ജങ്കാറിൽ കയറി. അപ്പം ഒരു എന്താ പറയുക മിഡിൽ സൈഡിലത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ കാറിന് പുറത്തിറങ്ങിയിട്ട് ആ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ ഒരു സൈഡിലൊക്കെ പോയിരുന്ന് കണ്ടു.
അപ്പം കോഴിക്കോട് ബീച്ച് മെയിൻലി ഫോക്കസ് ചെയ്തിട്ടായിരുന്നു പോയിണ്ടായിരുന്നത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ മനസ്സിലായി ആ ഒരു ഭാഗത്തേക്ക് അടുക്കാനേ പറ്റത്തില്ലായിരുന്നു എന്ന്. കാരണം പാർക്കിംഗ് കിട്ടാൻ ഒരു ചാൻസും ഇല്ല. പിന്നെ അവിടെ കുറച്ച് കറങ്ങി പിന്നെ ലാസ്റ്റ് ഏതായാലും ഡിന്നർ കൂടെ കഴിച്ചിട്ട് നമുക്ക് വീട്ടിലോട്ട് റിട്ടേൺ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള പാരഗണിലായിരുന്നു പോയിണ്ടായിരുന്നത്. പക്ഷേ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഏകദേശം ഒരു മണിക്കൂറിനടുത്ത് നമ്മളവിടെ വെയിറ്റിങ്ങിൽ പുറത്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ എന്തായാലും വന്ന സ്ഥിതിക്ക് ഇനി അവിടെ തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ആൻഡ് പിന്നെ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫിഷ് വെറൈറ്റി ആയിട്ടും ചിക്കൻ വെറൈറ്റി ആയിട്ടൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ എന്നെ വരുന്നത് പെരുന്നാൾ വെച്ച് ഭയങ്കര അടിപൊളി മെമ്മറി ആയിരുന്നു. കാരണം നമ്മൾ ഫുൾ ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ പോലെ തന്നെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് തന്നെ ഇതൊക്കെ സെലിബ്രേറ്റ് ചെയ്തെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ഫോട്ടോസ് കൂടെ ഇൻക്ലൂഡ് ഉണ്ട്. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.